എൻ്റെ പേര് ബിന്ദു. ഞങ്ങൾ USA നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ബിനോ. ഇതെൻ്റെ മൂത്ത മകൻ ഏലിയാസ്. രണ്ടാമത്തെ മകൻ എൽദോ. എനിക്ക് ഒരു മകനും കൂടെ ഉണ്ട്. 3 ആൺമക്കളാണ് എനിക്ക്. ഈ അമ്മയുടെ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈ ദിവസം അമ്മയുടെ അത്ഭുതപരമായ നന്ദി എനിക്ക് അമ്മയുടെ മുന്നിൽ തന്നെ നിന്ന് സാക്ഷ്യമായി പറയുവാനായിട്ട് അമ്മ ഒരുക്കി തന്നതിന് അമ്മയോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾ 4 വർഷമായി ഇപ്പം USA താമസിക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾക്ക് കൃപാസനത്തെപ്പറ്റി അറിയുവാനായിട്ട് പറ്റിയത് എൻ്റെ ഫ്രണ്ട് ജോബി എന്ന് പറയുന്ന ഒരു മകള് എനിക്കൊരു ന്യൂസ് പേപ്പർ തന്നു. അത് കൃപാസനത്തെപ്പറ്റി അങ്ങനെയാണ് ഞാൻ അറിയുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അത് എനിക്ക് വായിക്കുവാനും അതിലൂടെ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. അമ്മയുടെ സാക്ഷ്യങ്ങൾ ഞാൻ ഡെയിലി വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുവാനായിട്ട് തുടങ്ങി. അപ്പം എനിക്ക് എൻ്റെ അമ്മയോട് കൂടുതൽ സംസാരിക്കുവാനായിട്ട് കമ്മ്യൂണിക്കേഷൻ അമ്മയുമായിട്ടും ഈശോയുമായിട്ട് എനിക്കുണ്ടാകുവാനായിട്ട് തുടങ്ങി. പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് ഞാൻ കേൾക്കും. എനിക്കൊരു പ്രെയർ റൂമുണ്ട്. ആ പ്രെയർ റൂമിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ധ്യാനങ്ങളൊക്കെയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അമ്മ എനിക്ക് ഓരോ മെസ്സേജുകൾ തരാനായിട്ട് തുടങ്ങി. പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗ്രീൻ കാർഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനു മുമ്പേ ഞങ്ങൾ 1 ഇയർ വിസയിലാണ് ഞങ്ങൾ USA ചെന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റത്തില്ലാത്തൊരവസരമായിരുന്നു. അപ്പോഴാണ് മാതാവ് വെളിപ്പെടുത്തി തന്നത്, ഹസ്ബൻഡിനോട് പറ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ. അമ്മ ഒരു ഡേറ്റ് പറഞ്ഞു തന്നു, January 21 എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞങ്ങൾക്ക് 5 വർഷത്തേക്ക് ട്രാവൽ ഡോക്യുമെൻറ്റും ഞങ്ങളുടെ വർക്ക് പെർമിറ്റും ഒക്കെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രീൻ കാർഡിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ USA ഗ്രീൻ കാർഡ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതിൽ നിന്നൊക്കെയും അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ 23 എന്നുള്ള ഡേറ്റാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത്. ഇന്ന് അമ്മ അത് എനിക്ക് രാവിലെ 1:30 ആയപ്പോൾ അത് അപ്രൂവ് ആക്കി തന്നു ഞങ്ങളുടെ ഗ്രീൻ കാർഡ്. ഇന്ന് 1:30 ആയപ്പോഴാണ് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗ്രീൻ കാർഡ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കണ്ടത്. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് പോലെ എപ്പോഴും അമ്മയുടെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മുന്നിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടു തരുന്നത്. അത് ആ ഡേറ്റ് ഇട്ട് ഞാൻ ഇന്ന് രാവിലെ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ ആണ് ഞാൻ കണ്ടത്. 23 എന്നുള്ള ഡേറ്റ് ഞാൻ 6 മാസം മുമ്പേ ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ്. അത് എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. എനിക്ക് കൂടുതൽ ഇതിലൂടെ എനിക്ക് ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് ദൈവത്തോട് അടുക്കുവാനായിട്ട് കഴിഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ എന്നോട് പറയുമായിരുന്നു, ഈശോയോട് നീ സംസാരിക്കണം, എൻ്റെ മകനെ ഞാൻ നിനക്ക് വേണ്ടി തന്നിരിക്കുകയാണെന്ന്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, ഗ്രീൻ കാർഡിനെ കുറിച്ചൊന്നും വിഷമിക്കേണ്ട, അതിങ്ങി വന്നോളും. പിന്നെ എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് ദൈവം ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്, നല്ലൊരു ബ്ലെസ്സിങ് ഉള്ള കുട്ടിയാണ് നീ, അത് ആ അനുഗ്രഹം കളയാതെ നോക്കണമെന്ന്. അതുപോലൊക്കെ തന്നെയാണ് ഞാനിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞത്, നിൻ്റെ ഉടമ്പടി ഉഴപ്പാതെ നീ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. ഉടമ്പടി ഉഴപ്പാതെ നോക്കണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇത്ര വലിയൊരു അനുഗ്രഹം അമ്മ തന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് നാട്ടിൽ ആഗ്രഹിച്ചതാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ദുബായിലായിരുന്നു. പക്ഷേ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടൊക്കെ പോയിട്ട് പല തടസ്സങ്ങളായിരുന്നു, ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ USA ചെന്നു. അതിനേക്കാൾ മുന്നേ ഞങ്ങൾ അവിടെ വീട് വാങ്ങിച്ചു. അതൊക്കെ അമ്മ വലിയ അനുഗ്രഹങ്ങളാണ്. ഞാൻ അവിടെ വീട് വാങ്ങിച്ചപ്പോൾ 3 മാസത്തിനുള്ളിൽ തന്നെ അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടൊരു വലിയൊരു ഭവനം തന്ന് അനുഗ്രഹിച്ചു. ഇവിടുത്തെ ഭവനമാണെങ്കിലും ഇവിടെ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സ്ഥലത്ത് 16 വർഷം കാത്തിരുന്നിട്ട് 3 വർഷത്തിന് മുമ്പ് ഞങ്ങളതിന് പണി തുടങ്ങി. പക്ഷേ ഒരു 7-8 മാസത്തിനുള്ളിൽ
വീട് പണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഗ്രീൻ കാർഡിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങളത് അവിടെ കയറി താമസിച്ചു. അതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമാണ്. അതിനോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് പിന്നെ 22 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അത് വിൽക്കണം, ഇനി ഇവിടെ ആരുമില്ല നോക്കാൻ എന്ന് പറഞ്ഞ് അത് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലൊരു അയലോക്കവും ദൈവത്തെ വിളിക്കുന്ന ഒരാളെ അവിടെ കൊണ്ടുതരണമെന്ന്. അതിപ്പം വാങ്ങിക്കാൻ വന്നത് ഇവിടെ കൃപാസനത്തിൽ വന്നെടുത്ത് ഉടമ്പടി എടുത്ത ഒരു സഹോദരനാണ്. ഈ 14-ാം തീയതി അതിൻ്റെ എഴുത്ത് നടക്കും. ഇത്രമാത്രം ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഇപ്പോൾ മാതാവും ഈശോയും എന്നോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, നീ ദൈവത്തോട് കൂടുതൽ എടുത്തുകൊണ്ട് എൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ദൈവമേ എനിക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടുമെന്ന് ചോദിച്ചുമ്പോൾ നിനക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാനായിരിക്കുമെന്നാണ് ഈശോ പറയുന്നത്. അതുപോലെ ഞാനിപ്പം ബൈബിൾ തുറക്കുമ്പോൾ അച്ഛൻ്റെ ഈ മെസ്സേജുകൾ രാവിലത്തെ ഡെയിലി പ്രെയറൊക്കെ കേൾക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ രാവിലെ ഉണർന്നു നിൽക്കുമ്പോൾ നമ്മൾക്ക് മുന്നിൽ മാതാവ് കാണിച്ചു തരുന്ന ഓരോ വാക്യങ്ങളാണ്, അല്ലെ ആ മെസ്സേജുകളാണ് എനിക്ക് മുന്നിൽ ദൈവം കാണിച്ചു തരുന്നത്. അത്രമാത്രം ദൈവം എന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രെയർ ഗ്രൂപ്പ് എനിക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ അതിനകത്ത് 35 പേര് ജോയിൻ ചെയ്തു. ഇനിയും ആൾക്കാർ കൂടുതലായി എന്നെ ചേർക്കണം എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയും ഞാൻ ആ പ്രെയർ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ആ പ്രെയർ ഗ്രൂപ്പ് ഇപ്പം ഞാനാണ് ലീഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഹസ്ബൻഡ് നോക്കുമ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് അച്ഛൻ്റെ മുന്നിൽ ഇവിടെ വന്ന് നമ്മൾ എന്നാ സാക്ഷിയാണ് പറയുന്നതെന്ന് ചെന്ന് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ കമ്പ്യൂട്ടർ ഓണാക്കി നോക്കുമ്പോഴാണ് ഗ്രീൻ കാർഡ് അപ്രൂവ്ഡ് എന്നും പറഞ്ഞ് കാണിക്കുന്നത്. അപ്പം അത്രമാത്രം ദൈവം അനുഗ്രഹിച്ചു. ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ദൈവം ഉയർത്തിയതിന് ഒരുപാട് ഞങ്ങൾ നന്ദി അമ്മയോട് പറയുന്നു. അച്ഛനെയും ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും കോടാനുകോടി അനുഗ്രഹങ്ങൾ മാതാവ് കൊടുത്ത പൂർണ്ണ ആരോഗ്യവും ബലവും ഒക്കെയും ശക്തിപ്പെടുത്തി കൊടുത്ത് അച്ഛനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുക്കാറുണ്ട്. ഞങ്ങൾ ശരിക്കും യാക്കോബിറ്റ്സാണ്. കത്തോലിക്ക പള്ളികളിലാണ് ഞാൻ എല്ലാ ട്യൂഷനും ഞങ്ങൾ മുടക്കാതെ പോകും. ചെല്ലുമ്പോൾ ആ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ തന്നെ എന്നെ കാണിച്ചു തരും, ഇന്നവർക്ക് വിഷമങ്ങളുണ്ട് അവർക്ക് കൊടുക്കാൻ പറയും. അർഹിക്കപ്പെടുന്നവർക്കല്ലാതെ ഞങ്ങൾ കൊടുക്കാതെ അങ്ങവർക്ക് മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. പേപ്പർ ഇംഗ്ലീഷുകാർ ചിലരൊക്കെ അത് വാങ്ങിക്കും, വേണ്ടാത്തവരുടെ ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കും. അങ്ങനെ അവിടെ ഇട്ടിട്ട് പോരാറില്ല. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് പൈസ ഇല്ലാത്തവരൊക്കെ പൈസ കൊടുത്ത് ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഞങ്ങളൊരു വിഹിതം മാറ്റി വെക്കാറുണ്ട്. അമ്മ തന്നെ പറയും, കൊടുക്കേണ്ടവർക്ക് ആരാണ് അവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇരുകൈയില്ലാതെ ഞങ്ങൾ നല്ല പോലെ പാവങ്ങളെ സഹായിക്കാറുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കൊന്ത എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷേ മാതാവാണ് എന്നെ പഠിപ്പിച്ചത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ കൊന്തയൊക്കെ ചൊല്ലും. ഇപ്പം അമ്മ എന്നോട് പറയും, നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നിന്നെ കൂടെ ഞാനില്ലേ, നീ ആ കൊന്തയെടുത്ത് ചൊല്ലുന്നത്, അപ്പം കൊന്തയെടുത്ത് ചൊല്ല് എന്ന് പറയും. അപ്പം അങ്ങനെ തന്നെ ഞാനെല്ലാം അങ്ങനെ എന്തെങ്കിലും വിഷമം വരുമ്പോഴത്തേക്ക് അമ്മയുടെ അടുക്ക രാത്രിയിലാണേലും ഉണർന്നിരുന്ന് വന്നത് പ്രാർത്ഥിക്കും. ഒരുപാട് ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ ധൈര്യത്തോടെ നിന്നുകൊണ്ട് മൈക്കെടുത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം എനിക്ക് കൃപ തരുന്നു. ഇങ്ങനെ അച്ഛൻ പറയുന്ന പോലെ ഓരോ ഉടമ്പടിയും നമ്മൾ കഴിയുന്നതോടെ നമുക്ക് ധൈര്യവും സമർപ്പണങ്ങളൊക്കെ കിട്ടുമെന്നല്ലേ പറയുന്നത്. അതുപോലെ ദൈവം ഒരുപാട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ കാത്തിരിക്കുവിൻ, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. സങ്കീർത്തനം 37-34 വചനമാണ്. കർത്താവിനെ കാത്തിരിക്കുവിൻ, അത് വിശ്വാസത്തോടെയുള്ള ഒരു ക്ഷമയാണ്. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. നാട്ടിൽ 16 വർഷമായി സ്ഥലം മേടിച്ചിട്ടിരുന്നു. പക്ഷെങ്കിൽ ഒരു ഭവനം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചില്ല, പല തടസ്സങ്ങളുണ്ടായിരുന്നു. പിന്നീട് നേർച്ച വസ്തുക്കളായി ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പെട്ടെന്നൊരു ഭവനം നിർമ്മിച്ച് പൂർത്തിയാക്കുവാനും കയറി താമസിക്കുവാനും സാധിച്ചു. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ ഇടപെടലും അനുഗ്രഹവും കൃപയുമാണ് ഈ മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് കൃപാസനം ഉടമ്പടിയിൽ കൂടിയാണ് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഉള്ളൊരു ഉണർവ് വന്നത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും, ജീവിതത്തിൽ തന്നെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഒരു ധൈര്യവും, എന്തു വന്നാലും ഈശോ അമ്മയെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസവും, അതിനപ്പുറം ആ ആത്മീയതയിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ് യാത്ര ചെയ്യുമ്പോൾ താൻ മാത്രമല്ല, തൻ്റെ കുടുംബം മാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ ചേർത്ത് ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും പിന്നെ ടെസ്റ്റിമണികളെല്ലാം സാക്ഷ്യങ്ങളെല്ലാം പങ്കുവെക്കുകയും പ്രാർത്ഥനകൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത് ഞാനും എൻ്റെ കുടുംബവും മറ്റുള്ളവരെയും കൂടെ നയിക്കുകയാണ് ഒരു ആത്മീയ ജീവിതത്തിലേക്ക്. അങ്ങനെയാണ്
അങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടാക്കി കുടുംബം ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമെല്ലാം നിബന്ധന പ്രകാരം തന്നെ അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന അമ്മയുടെ വചനം അനുസരിച്ച് തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇന്ന് അമ്മയുടെ സന്നിധിയിൽ ഭവനത്തിന് തന്നതിനും ഗ്രീൻ കാർഡ് കിട്ടിയതിനുമൊക്കെ നന്ദി പറയുകയാണ്. ജെറമയയുടെ 29 അധ്യായം 5 വചനം പറയുന്നത്, വീട് പണിത് അതിൽ വസിക്കുവാൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുകയും എന്ന വചനമാണ് ഈ മക്കളുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഭവനം നിർമ്മിക്കുവാൻ, വീട് പണിയുവാനും തോട്ടം നട്ടുപിടിപ്പിക്കുവാനും, അതായത് ഒരു ആത്മീയമായൊരു തോട്ടമാണ്. ആ തോട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം നട്ട വിശ്വാസത്തിൻ്റെ ഫലം അനുഭവിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്കും കാത്തിരിക്കാം. കർത്താവിനെ കാത്തിരിക്കുവാൻ, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുവാന് ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നമ്മെ ആദരിക്കുമെന്ന വചനത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്തിനായി കാത്തിരിക്കാം. ബിന്ദുവിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവ